ദാരിദ്ര്യം വന്നു പോകും എന്ന് ഉലമാ പറഞ്ഞത്. കയ്യിലുള്ള കാശ് പഠിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരും. നമ്മൾ ഫീസ് അടക്കുന്നത് വാപ്പയാണ്, അതുകൊണ്ട് കുട്ടികൾ അറിയുന്നില്ല അല്ലേ. വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും, എഞ്ചിനീയറിങ്ങിനും PGക്കൊക്കെ പഠിക്കുന്ന മക്കൾക്ക് പോലും രക്ഷിതാക്കളെ ഫീസ് അടക്കുന്നത്. അതൊക്കെ അധ്വാനിച്ചൊന്നും ഉണ്ടാക്കും മോനെ, നീ ഒരു സൈഡായിട്ട് ജോലി ചെയ്യേ. വാപ്പ ഇഷ്ടം പോലെ കൊടുത്തയക്കാൻ, ഹോസ്റ്റലിൽ സൗകര്യം, അവന് അങ്ങാടിയിൽ അവൻ അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് കയ്യിൽ, എന്താ വേണ്ടത് ചെയ്തോട്ടെ. ഈ മക്കളൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മക്കളായി മാറാൻ പോകുന്നില്ല. മൻ ത്വലബൽ ഹദീസ അഫ്ലസ, പഠിക്കാൻ ഇറങ്ങുന്ന ആളുകൾ ശരിക്കും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടാവണം. നമ്മുടെ വാക്കുകളാണ് നമ്മൾ. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അയാളുടെ വാക്കാണ്. വാക്കിന് വിലയില്ലെങ്കിൽ ആ മനുഷ്യന് വിലയില്ല എന്നല്ല എൻ്റെ അർത്ഥം. മനുഷ്യന്റെ വാക്കുകൾ സത്യസന്ധമാവുക. അള്ളാഹു നമുക്കും നമ്മുടെ മക്കളിലും കുടുംബത്തിലും സത്യസന്ധത അള്ളാഹു നിലനിർത്തി തരട്ടെ. അങ്ങനെയാണെന്നൊരിക്കൽ കൊച്ചുകുട്ടിയായിരുന്ന ഒരു മുതഅല്ലിമിന്റെ കയ്യാലെ നൂറുകണക്കിന് കള്ളന്മാർ അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം ഏറ്റെടുത്തത് ഒരു ചെറിയ മുതഅല്ലിമിൽ നിന്നാണ്. ബഗ്ദാദിൽ നിന്ന് പോകുന്ന ഒരു മുതഅല്ലിം, കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. വഴിയിൽ വെച്ചൊരു കൊള്ള സംഘം അവരെ കണ്ടുമുട്ടുന്നു. കുട്ടി, നിന്റെ കയ്യിൽ വല്ലതുണ്ടോ? ഉണ്ട്. എന്തുണ്ട്? 40 സ്വർണ്ണ നാണയം, 40 ദീനാർ. കള്ളം പറഞ്ഞു നിന്നെ പറ്റിക്കുകയാണല്ലേ. ഈ ചെറിയ കുട്ടിയായ നിന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയോ? അതേ, എന്റെ കയ്യിലുണ്ട്. അതെടുക്ക്, കാണിച്ചുതാ. കാണിച്ചു കൊടുത്തു. അല്ല മോനെ, ഞങ്ങൾ കള്ളന്മാരാന്ന് നിനക്കറിയൂലേ? അറിയും. എന്നിട്ട് എന്തേ ഇതൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് സത്യം പറഞ്ഞത്? അതെ, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ, നുണ പറയരുത്. എന്റെ ഉമ്മയോടുള്ള കരാറ് ഞാൻ പാലിക്കുകയാണ്. അപ്പോഴാണ് ആ കള്ളൻ, സുബ്ഹാനല്ലാഹ്, ഈ കൊച്ചുകുട്ടി തന്റെ ഉമ്മയോടുള്ള കരാറ് പാലിക്കാൻ വേണ്ടി ഇത്രയും ഒരു സത്യസന്ധത പറയുമ്പോ, അല്ലാഹുവേ, നീയുമായുള്ള എന്റെ ഇടപാടുകളിൽ ഞാൻ എത്ര സത്യസന്ധനാവണം. അല്ലാഹുമ്മ തുബ്തു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക്. റബ്ബേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു റബ്ബേ, പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബ്ബേ, എന്നെ സ്വീകരിക്കണേ. എനിക്കിനി മോഷണം വേണ്ട, ഞാനിനി മോഷണത്തിനേക്കില്ല പടച്ചവനെ, ഞാൻ ആരെയും മോഷ്ടിക്കാനില്ല എന്ന് പറഞ്ഞ് കള്ളൻ തൗബ ചെയ്തപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു അൻത കബീറുനാ ഫിത്തൗബ കമാ കുൻത കബീറനാ ഫീ ഖത്ഇ ത്വരീഖ്. കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു നിങ്ങൾ, ഇന്ന് നിങ്ങൾ തൗബയുടെ നേതാവാണ് ഞങ്ങൾക്ക്. ഞങ്ങളും മടങ്ങുകയാണ്, ഞങ്ങൾ മോഷണത്തിനില്ല. ആരാണ് ആ കുട്ടി എന്നറിയുമോ? ഒരു യുഗാന്തരത്തിന്റെ വെളിച്ചമായി മാറിയ, കാലാകാലങ്ങളിൽ ആത്മീയമായ നേതൃത്വം ഈ ഉമ്മത്തിന് ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന, ഇൽമിന്റെ പ്രോജ്വലിക്കുന്ന പ്രഭാധാരയായ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കൊച്ചുകുട്ടിയായിരുന്നപ്പോഴാണ് ഒരു കൊള്ള സംഘത്തെ ഹിദായത്ത് കൊണ്ടുവന്നത്. ഒരു കൊള്ള സംഘം, ചെറിയ കുട്ടി, മുതഅല്ലിം. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, നുണ പറയരുത് മോനെ. ഉമ്മയും കുട്ടി അങ്ങാടിയിലൂടെ നടന്നു പോവുക. വാപ്പ ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നീ ഇപ്പൊ എവിടെ? ഞാനിതാ മുറ്റത്താണുള്ളത്. ഒരുള്ളത് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലാണ്. കുട്ടി ഇത് കേൾക്കാണ്. അപ്പൊ ഇതൊക്കെ പറയാൻ പറ്റുമല്ലേ? കുട്ടി പഠിച്ചു. ഇനി ഉമ്മ എത്ര സത്യം പറയണം മോനെ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുട്ടി ആ കണ്ടതേ പഠിക്കുള്ളൂ. പറയുന്നതല്ല കുട്ടികൾ കേൾക്കുന്നത്, അവർ കാണുന്നതാണ് അവർ പഠിക്കുന്നത്. പച്ച നുണ കുട്ടിന്റെ മുമ്പ് ഉമ്മ പറയാം. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനോട് പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, മോനെ, ആരെന്ത് പറഞ്ഞാലും സത്യമേ പറയാവൂ, സത്യമേ മോൻ പറയാവൂ, സത്യമല്ലാതെ പറയരുത്. അതുകൊണ്ടല്ലേ ഉമ്മത്തിന്റെ മുജദ്ദിദിന്റെ പവറിലേക്ക്, ഔലിയാഇന്റെ ഖുതുബായി മാറിയ, ലോകത്തെ ആത്മീയതയുടെ പ്രഭാകേന്ദ്രമായി മാറിയ ഖാദിരി ത്വരീഖത്തുകളുടെ സംഗമഭൂമിയായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ അല്ലാമൽ ജുനൈദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സത്യമെന്ന് പറഞ്ഞത് അൻ തസ്ദുഖ ഫീ മൗതിനിൻ ലാ യുൻജീക ഇല്ലൽ കദിബ്. നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ സത്യം പറയുക, അതാണ് സത്യം. നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടൂല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ സത്യം പറയാ, അതാണ് സത്യസന്ധത. നമ്മളൊക്കെ പറയില്ലേ, പല അടവ് ഉപയോഗിച്ചിട്ട് ചെറിയ കളവ് പറഞ്ഞിട്ടൊക്കെ രക്ഷപ്പെടൂലേ?
അതല്ല. കളവ് പറഞ്ഞ അവിടെ രക്ഷപ്പെടൂല എന്ന് ഉറപ്പാണ്. ആ സ്ഥലത്ത് സത്യം പറയണം. അതാണ് സത്യസന്ധത. അല്ലാമൽ ജുനൈദ് റളിയല്ലാഹു അൻഹു വയറുവേദന എന്ന് പറഞ്ഞ് സ്കൂൾ പോകാത്ത കുട്ടികൾ മുതൽ, വയറുവേദനയാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോവാത്ത വാപ്പ മുതൽ, ഉദ്യോഗസ്ഥന്മാർ എത്ര നുണ പറഞ്ഞിട്ടാ ലീവ് ലെറ്റർ. കുട്ടികൾക്കൊക്കെ ഒരാഴ്ച ഉമ്മാന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലും എഴുതിക്കുകയാണ്, കുട്ടിക്ക് വള്ളവേദന ആയിരുന്നു, തലവേദന ആയിരുന്നു, ഒരാഴ്ചക്ക് കുട്ടിക്ക് ലീവ് ആയിരുന്നു. കുട്ടിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പച്ച നുണ പറയാ. സത്യം പറയും. അത് നമുക്ക് എന്താ പ്രയാസം? കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോട് കൂടെ നിൽക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ. നുണ പറയുന്നവരുടെ കൂടെ പോവല്ല. നുണക്കമേൽ നുണ പറയുന്നവരുടെ കൂടെ പോവല്ല. നുണ പറയാൻ ഒരു ജാള്യതയും മടിയുമില്ലാത്തവരുടെ കൂടെ പോവല്ല. നുണ പറയാൻ ഒരു മടിയുമില്ലാത്തവരുടെ കൂടെ പോവല്ലേ. നുണയാൽ സ്ഥാപിതമായ പ്രസ്ഥാനങ്ങളിലേക്ക് പോവല്ലേ. കൂനൂ മഅസ്വാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കണം. അള്ളാഹുവിന്റെ ആഹ്വാനമാണത്. നുണ പറയുന്നവന്റെ കൂടെ പോവല്ല. അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരിൽ നിന്ന് ഈ ത്യാഗം പഠിച്ചു വന്ന മഹാനാണ് മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു. റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട 2 മക്കളെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് കഫാ ബിഹി ളാലിമ, ശാഫിഈ ഇമാം. അത്ര വലിയ അക്രമിയായിരുന്നു. അങ്ങനത്തെ അക്രമിയൊന്നും പിൽക്കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അതത് കുല്ലു ഉമ്മത്തിൻ ബിഖുബസാഇഹാ, എല്ലാ സമുദായങ്ങളും, എല്ലാ ജാതികളും, എല്ലാ മതക്കാരും അവരിലെ ഏറ്റവും വലിയ തമ്മാടികളെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിനോട് നിങ്ങളിലെ തമ്മാടികളെ മുഴുവൻ കൊണ്ടുവരിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ മാത്രം കൊണ്ടുവന്നിട്ട് ലോകത്തുള്ള സർവ്വ മതങ്ങളിലെയും തമ്മാടികളായ ആളുകളെ അണിനിരത്തിയിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഒരാളെ മാത്രം ഈ ഉമ്മത്ത് കൊടുത്താൽ അവരെ മുഴുവനും ജയിക്കാൻ മാത്രമുള്ള ഏറ്റവും കൂടുതൽ മാലിന്യം ഹജ്ജാജിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ആളാണ്. നീ എന്നപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ നിരപരാധികളെ കൊന്ന ആളാണ്. അവസാനം മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെയും കൊല ചെയ്തു. അവര് പറഞ്ഞു, അല്ലാഹുവേ ലാ തുസല്ലിത് അലൈഹി അഹദൻ ബഅദി, എന്റെ ശേഷം ഒരാളെയും കൊല്ലാൻ ഹജ്ജാജിന് അവസരം കൊടുക്കല്ലേ. പിന്നാരെയും കൊന്നിട്ടില്ല എന്നാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഉറക്കത്തിൽ ഇങ്ങനെ കോളറിന് പിടിക്കും സഈദ് റളിയല്ലാഹു അൻഹു. സഈദ് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ വന്നിട്ട്, ലിമ ഖതൽതനി, ഹജ്ജാജ് എന്തിനാ നീ എന്നെ കൊന്നത്? ലിമ ഖതൽതനി, ഹജ്ജാജ് എന്തിനാ നീ എന്നെ കൊന്നത്? ഹജ്ജാജ് ഉറക്കത്തിന് എഴുന്നേറ്റ് പറയും, മാലി വദമി സഈദ് ഇബ്നുൽ ജുബൈർ, എന്തു പറ്റി? സഈദ് ഇബ്നു ജുബൈറിനെ ഞാൻ കൊന്നതിന്റെ പേരിൽ എന്താണ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്? പിന്നെ അവന്റെ മരണമാണ് ഉണ്ടായത്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു എന്ന സത്യസന്ധനായ ഒരു പണ്ഡിതനെ ടാർഗറ്റ് ചെയ്തു. ഒരാളെ വിഷമിപ്പിക്കണമെങ്കിൽ അവരുടെ മക്കളെ വിഷമിപ്പിക്കലാണ് അതിന്റെ ഷോർട്ട് കട്ട്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ സിഹറും മാരണവും ചെയ്യുന്ന ആളുകൾ കൊച്ചുമക്കളെ ലക്ഷ്യം ചെയ്യുന്നത്. അള്ളാഹു സിഹർ ചെയ്യുന്നവരുടെ സർവമാന ദുൽമുകളിൽ നിന്നും അള്ളാഹു നമ്മെ ഈ ഉമ്മത്തിനെ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അത് ചെയ്യുന്ന സർവ്വകരങ്ങളെയും അള്ളാഹു തളർത്തി കൊടുക്കട്ടെ. ആ സിഹറിന്റെ ദുഷ്ടമായ ബാധകളിൽ നിന്ന് ഈ ഉമ്മത്തിന് ആരൊക്കെ സേവനം ചെയ്യുന്നുണ്ടോ, ഷിഫാഇന്റെ കാരണമായ റുഖിയ ചെയ്യുന്നുണ്ടോ, അതിന്റെ ഇലാജ് ചെയ്യുന്നുണ്ടോ, അവരുടെ കർമ്മങ്ങളിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അത് അവന്റെ പൊരുത്തത്തിലായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. റിബഈ ഇബ്നു ഹിറാഷ് എന്നവരുടെ 2 മക്കളെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടാൻ ആദ്യം വാപ്പയെ വിളിച്ചു. റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു. റിബഈ ഇബ്നു ഹിറാഷ് എന്നവർ തന്റെ 2 മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഹജ്ജാജിനറിയാം. ഐന വലദാക്, നിങ്ങളുടെ 2 ആൺകുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. റിബഈ ഇബ്നു ഹിറാഷ് എന്നവർക്കറിയാം എന്റെ കുട്ടികളെ കൊല്ലാൻ കൊണ്ടുപോകുന്നുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന്. കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിക്കാൻ, റിബഈ നിങ്ങളുടെ 2 മക്കൾ എവിടെ? നമ്മളാണെങ്കിൽ എന്ത് പറയും? മിനിമം സ്കൂളിലാണെന്നെങ്കിലും പറയില്ലേ?
നമ്മൾ എന്ത് പറയും? കുട്ടികൾ ഒളിപ്പിച്ചു വെക്കൂലേ അതിന്റെ മുമ്പ് തന്നെ? റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഹുമാ ഫിൽ ബൈത്ത്. അല്ലാഹുവേ, ഞങ്ങൾ നിനക്കുള്ളവർ, ഞങ്ങൾ നിന്നിലേക്ക് വരാനുള്ളവർ. എന്റെ 2 മക്കൾ വീട്ടിലുണ്ട്. ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ട് ഇസ്തർജഅ, ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ട് എന്റെ 2 മക്കളും വീട്ടിലുണ്ടല്ലോ. ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന് സത്യസന്ധത കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു വാപ്പുണ്ടോ? മക്കളെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നറിയാം, ധൈര്യമായി എന്റെ കുട്ടികൾ വീട്ടിലിരിക്കുന്നുണ്ട്, വേണോ ഞാൻ കൊണ്ടുവരാം. നിങ്ങളുടെ സത്യസന്ധത കാരണം നിങ്ങളുടെ മക്കളെ ഞാൻ ഉപദ്രവിക്കുകയില്ല എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് വിളിച്ചു പറയുന്നു, രക്ഷപ്പെടുത്തുന്നു. അതാണ് സത്യസന്ധത. നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടില്ല എന്ന് തോന്നുന്നിടത്ത് അവിടെ പറയുന്ന സത്യമാണ് സത്യം എന്ന് മഹാനായ തർബിയത്തിന്റെ ഇമാമുകളിൽ പ്രഗൽഭനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സത്യം പറഞ്ഞാൽ അവിടെ തല പോകുമെന്ന് ഉറപ്പ്. അവിടെ നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ആ പച്ചയായ സത്യം അവിടെ വിളിച്ചു പറയാം. അല്ലാഹുവേ, സത്യസന്ധത ഉള്ളവരുടെ കൂടെ, അവരുടെ സ്വഹ്ബത്തിൽ ഞങ്ങളെ നീ ആക്കിത്തരണേ തമ്പുരാനെ. ഇനി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഒരു സത്യസന്ധത, തൗബ ചെയ്യുമ്പോൾ സത്യസന്ധത നമ്മുടെ ജീവിത സംബന്ധിയായ വിഷയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ജീവിത വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധത വരുന്നുണ്ടോ? പശ്ചാത്തപിക്കുമ്പോൾ സത്യസന്ധത വരുന്നുണ്ടോ? ഒരു വഅദിന് നമ്മൾ ഇരിക്കുമ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ കണ്ണുകൾ നനയുന്ന ആളുകൾ, അത് ഈമാനിന്റെ അടയാളമാണ്. ഹൃദയത്തിൽ ലോലതയുണ്ടാകുന്നത് ഈമാനിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്കത് വർദ്ധിപ്പിച്ചു തരട്ടെ. കണ്ണ് നനഞ്ഞു പോകുന്നത്, കണ്ടമിടറിപ്പോകുന്നത്, അള്ളാഹുവിനെ ഓർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ഇരുന്നു പോകുന്നത്, അള്ളാഹുവിനെ ഓർത്ത് കുടുകുടാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, കണ്ണിന് കണ്ണുനീര് പിടിച്ചു വെക്കാൻ കഴിയാതെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു തേങ്ങൽ, കണ്ണിന്ന് വരുന്ന കണ്ണുനീരുകൾ, അള്ളാഹുവിന് വേണ്ടി ഒഴുകുന്ന കണ്ണുനീരൊഴുകുന്ന കണ്ണുകൾ നാളെ നരകം തൊടുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അത് ജീവിതത്തിൽ സത്യസന്ധമാണോ അല്ലയോ? ആ വിശ്വാസത്തിന് സത്യസന്ധതയുണ്ടോ? അതെപ്പോഴറിയാ? നിനക്ക് വാത് കേൾക്കുമ്പോ കരയുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ തോന്നിവാസിയായിട്ട് ജീവിക്കുകയാണ്. പിന്നെ അവന് അന്യ പെണ്ണുങ്ങളെ കാണണം, അത്തരം ചിത്രങ്ങൾ കാണണം, അല്ലെങ്കിൽ അത്തരം തെറ്റുകളിലേക്ക് പോകുന്നു. മനസ്സിനുള്ളിൽ ഏതോ ഒരു പെണ്ണുമായി പ്രേമത്തിലാണ്, ഏതെങ്കിലും ഒരു ചെറുക്കനുമായി അവൾ പ്രേമത്തിലാണ്, പക്ഷെ വാത് കേട്ടാ കരയും. ഒരു കാര്യമില്ല. സത്യസന്ധതയില്ലാത്ത വിശ്വാസം കൊണ്ട് എന്ത് കാര്യം? അങ്ങനെ ഒരു അനുഭവമാണ് അന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുണ്ടായത്. അതാണ് ഞാൻ പറയാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ സംഭവം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ, വാദ് പറയുമ്പോ ആ സദസ്സിലുള്ള ആളുകളൊക്കെ കരഞ്ഞു, എല്ലാരും കരഞ്ഞു. പള്ളിയിലാണ് വാദ് നടക്കുന്നത്. വാദ് കഴിഞ്ഞ് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് കാണാനില്ല. സുബ്ഹാനല്ലാഹ്, ചെരുപ്പ് കാണില്ല. ഉസ്താദിന്റെ ചെരുപ്പ് അടിച്ചു മാറ്റി കൊണ്ടേക്കണാരോ. അപ്പോഴാണ് മാലിക് ഇബ്നു ദീനാർ എന്നവർ പറഞ്ഞത്, കുല്ലുനാ യബ്കി, നമ്മളെല്ലാരും കരഞ്ഞിട്ടുണ്ടല്ലോ. ഫമൻ സറഖൻ അല, എന്നിട്ട് ആരാണ് ഇതിൽ ചെരുപ്പ് കട്ടുകൊണ്ടുപോയത്? ഇതിൽ കരയാത്തൊരു കുട്ടിയില്ല, എന്നിട്ടും ചെരുപ്പുരത്തിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, വെറും കണ്ണുനീര് കൊണ്ടായില്ല. പെരുന്നാളിന്റെ ഖുതുബയൊക്കെ കേട്ടിട്ടേ, ഇബ്രാഹിം നബിയുടെ ചരിത്രം കേട്ടിട്ടാ പള്ളിയിൽ നിന്ന് ഇറങ്ങണത്, മറ്റവന്റെ ചെരുപ്പെടുത്തിട്ട്. വല്ല കാര്യമുണ്ടോ? ഇപ്പൊ അങ്ങനെ പോണ്ട. എന്തെങ്കിലും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, സ്വത്തിന്റെ പേരിൽ ഉമ്മാന്റേതും വാപ്പാന്റേതും ഒക്കെ കൈക്കലാക്കാൻ, ജ്യേഷ്ഠന്റേത് കൈക്കലാക്കാൻ വേണ്ടിയൊക്കെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കി തൻ്റെ ഭൂമിയാക്കി മാറ്റുക, തൻ്റെ പേരിൽ ആധാരം ഉണ്ടാക്കിയെടുക്കുക, തൻ്റെ പേരിൽ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുക. ആള് നല്ല ഒന്നാം സ്വപ്പിൽ വരുന്ന ആളാ, വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇതന്നെ പറയുന്നത്. ആള് കേട്ടാ കരയുന്ന ആളാ, പക്ഷെ പൈസന്റെ കാര്യത്തിൽ ഹക്കും പാത്രം ഇല്ലാത്ത ആളാ, ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് വിശ്വാസവും സത്യസന്ധതയും ഒത്തുചേരുമ്പോൾ എന്നൊരു ശീർഷകം നമ്മൾ തെരഞ്ഞെടുക്കുന്നത്.
അങ്ങനെ ഒരുപാട് ആളുകളെ കാണാം. എന്നാൽ ഈ ഉമ്മത്തിൽ 99% നന്മയാണ്, 1% ഇത്തരം തട്ടിപ്പുകൾ ചെയ്യുന്നവരെ കാണാൻ കഴിയും. അത്രയേ നമുക്ക് കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായ ഈമാൻ നമുക്ക് തരട്ടെ. കുല്ലുനാ യബ്കി ഫമൻ സറഖൻ. എല്ലാവരും കരയുന്നുണ്ടല്ലോ, പിന്നെ ആരാണ് ചെരുപ്പ് കൊണ്ടുപോയത്, ആരാ ചെരുപ്പ് കട്ടെടുത്തത് എന്ന് ദർസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വേൾഡ് കഴിഞ്ഞ് പോകുമ്പോൾ ചില തിക്കും തിരക്കൊക്കെ ഉണ്ടാവും. അതിൽ പോക്കറ്റ് അടിക്കുന്നുണ്ട്. പോട്ടെ, കാബന്റെ മുമ്പ് പോക്കറ്റ് അടിക്കണില്ലേ തവാഫിന്റെ അടിയിൽ? എത്ര ആൾക്ക് പേഴ്സ് നഷ്ടപ്പെട്ടു. വെറുതെ പോവല്ല, അതൊക്കെ ശരിക്കും പിടിച്ചു കെട്ടിയതാ. പക്ഷെ അവിടെ കക്കാൻ വരുന്ന മനുഷ്യന്മാരുണ്ട്. ഒരു ഉംറ വിസ എടുത്തത് അതിനാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തായിരിക്കും ആ ഒരു സൂഉൽ അദബിന് അല്ലാഹു നൽകുന്ന ശിക്ഷ? എത്രയായിരിക്കും? അല്ലാഹുവിന്റെ ഹറമെന്ന് പച്ചയായ രീതിയിൽ തെറ്റ് ചെയ്യാൻ വല്ലാത്ത ധൈര്യം തന്നെയാണ് അല്ലേ? അല്ലാഹുവേ, നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റിരിക്കല്ലേ? ഇതൊരു സ്വലാത്ത് ചൊല്ലുന്നു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഒന്ന് ഉറക്കെ ചൊല്ലല്ലേ? അല്ലാഹുമ്മ وبارك وسلم عليه.